ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ കൊമ്മാടിക്ക് സമീപമുള്ള ടൊയോട്ടയുടെ ഒരു ഷോറൂമിലാണ്. ഷോറൂം എന്ന് പറയാൻ പറ്റുമോ അറിയത്തില്ല, പക്ഷേ ടൊയോട്ട വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സേവനത്തിനും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഒരു വാഹനത്തിൻ്റെ സർവീസ് ആയിക്കോട്ടെ, ബുക്കിംഗ് ആയിക്കോട്ടെ, ടെസ്റ്റ് ഡ്രൈവ് ആയിക്കോട്ടെ, എന്ത് എൻക്വയറിക്കും നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാം. അതിന് മാത്രമല്ല നമ്മളിന്നിവിടെ വന്നത്, അത് പറയാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളൊരു 1.5 മുതൽ കാണിക്കാൻ വേണ്ടിയാണ്. ടൊയോട്ടയുടെ കൺസെപ്റ്റിൽ അല്ലെങ്കിൽ നിപ്പോണിൻ്റെ കൺസെപ്റ്റിൽ ഒരു ഹൈലക്സ് കൺവേർട്ട് ചെയ്തൊരു സർവീസ് പിക്കപ്പ് വാൻ അല്ലെങ്കിൽ ഒരു മൊബിലിറ്റി വാനാക്കി കമ്പനി ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടിയാണ്, അല്ല അത് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഹൈലക്സ് ആണോ എന്നുള്ളൊരു ഡൗട്ട് വേണ്ട. നിങ്ങൾക്ക് കാണാം ഒരു സ്റ്റേഷൻ വാഗൻ്റെ ലുക്കുള്ളൊരു ഹൈലക്സ് എന്നാണ് പറയുന്നത്. ഒരു സർവീസ് മൊബിലിറ്റി വാൻ നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഒരു രക്ഷയില്ലാത്ത സംഭവങ്ങളാണ്. ഇതിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വിശദ വിവരണങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ ഒരു 2 സീറ്റർ വാഹനമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വാഹനത്തിൻ്റെ പീരിയോഡിക്കൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഈ ഒരു സർവീസ് മൊബിലിറ്റി വാൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഒരു ക്രിസ്റ്റ ഇവിടെ സർവീസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമ്മുടെ സ്ഥലം ഇപ്പോൾ ആലപ്പുഴയാണ് വരുന്നത്. ആലപ്പുഴ കൊമ്മാടി ബൈപ്പാസിന് സമീപമുള്ള സ്ഥലമാണ് വരുന്നത്. ഇപ്പോൾ ഒരു ടൊയോട്ട വാഹനം നമുക്ക് ഒരു ഷോറൂമിൽ കൊണ്ടുപോയി സർവീസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് കായംകുളത്ത് പോകണം, അല്ലെങ്കിൽ നെട്ടൂർ പോകണം. നമ്മുടെ അടുത്തുള്ള സർവീസ് സ്റ്റേഷൻസ് ഇതൊക്കെയാണ്. പക്ഷേ ഇപ്പം ഒരു കസ്റ്റമറെ സംബന്ധിച്ച്, ഒരു ആലപ്പുഴ ടൗണിൽ താമസിക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവരുടെ ഒരു വാഹനം ഈസി ആയിട്ട് സർവീസ് ചെയ്യാനായിട്ട് ഈ ഒരു പിക്കപ്പ് വാൻ തികച്ചും സഹായിക്കും. ഒരു രക്ഷയില്ല. അതും ഹൈലക്സിൻ്റെ ഒരു ലുക്ക് നിങ്ങൾ നോക്കി, ഒരു ഹൈലക്സ് ആണെന്ന് പറയത്തില്ല, അതുപോലെ കൺവേർട്ട് ചെയ്ത് കമ്പനി തന്നെ കസ്റ്റമൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ ടാക്സി രജിസ്ട്രേഷനാണ് വരുന്നത്. കാരണം ഈ ഒരു സർവീസ് നടത്തണമെങ്കിൽ പെർമിഷൻ കിട്ടണമെങ്കിൽ വാഹനം ടാക്സി രജിസ്ട്രേഷൻ ആയിരിക്കാം. അതൊരു ബേസ് മോഡൽ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ ഹൈലക്സിൻ്റെ ഒരു ബേസ് മോഡൽ എടുത്താണ് കമ്പനി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. റിയർ വീൽ ഡ്രൈവാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ് കമ്പനി കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ലുക്കൊക്കെ നമ്മൾ നോക്കാൻ നേരത്ത് ആ ഒരു ഗ്രില്ലിനും ഹെഡ്ലൈറ്റിനും ഒക്കെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഫുൾ ഓപ്ഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ നേരത്ത് ഹലോജൻ ഹെഡ്ലൈറ്റ്സും ഗ്രില്ല് ഒരു ഗൺമെറ്റൽ ഗ്രേ കളർ ഫിനിഷ് ഗ്രില്ലൊക്കെയാണ് വരുന്നത്. വാഹനം ഒരു ബേസ് മോഡൽ ആണെങ്കിൽ കൂടി ഇത്രയധികം കസ്റ്റമൈസ് ചെയ്ത് ഒരു ലക്ഷറി പിക്കപ്പ് അല്ലെങ്കിൽ മൊബിലിറ്റി പിക്കപ്പ് സർവീസ് വാനായിട്ട് കമ്പനി ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ല. കണ്ടപ്പോൾ ശരിക്കും കണ്ണുകളിൽ പോയെന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നില്ല യൂട്യൂബിൽ വേറെ ആരും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന്. നമ്മുടെ വീഡിയോ തന്നെ ആയിരിക്കും ഫസ്റ്റ് കിടക്കട്ടെ. ഒരു സർവീസ് പോയിന്റ് ഇപ്പോൾ ഒരു 8-9 ടാക്സിക്കാരൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ആ ഒരു സർവീസ് പോയിന്റിൽ വന്ന് ഈ വാഹനം ഇട്ട് 1 മണിക്കൂറിനുള്ള ഒരു വാഹനം സർവീസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സമയലാഭമുണ്ട് നമുക്ക്. അതുപോലെ തന്നെ നമുക്ക് എക്കണോമിക്കലായിട്ട് നല്ല രീതിക്ക് ഒരു പീരിയോഡിക്കൽ സർവീസ് ചെയ്തെടുക്കാനായിട്ട് നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഈ ഒരു സർവീസ് പിക്കപ്പ് വാൻ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ എനിക്ക് തോന്നിയൊരു ഒരു കാര്യമെന്ന് വെച്ചാൽ NRI കസ്റ്റമേഴ്സിനെ സംബന്ധിച്ച് അവരുടെ വാഹനങ്ങൾ സർവീസ് ചെയ്യാനായിട്ട് അവർക്ക് അത്രയും ദൂരം കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സമയത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ കാണും. അപ്പോൾ അവരെ സംബന്ധിച്ചും ഇതൊരു നല്ലൊരു കാര്യമാണ് നിപ്പോൺ ചെയ്തത്. കാരണം നമുക്ക് തൊട്ടടുത്ത സർവീസ് പോയിന്റിൽ കൊണ്ടുവന്ന് വാഹനം സർവീസ് ചെയ്യിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചെയ്ത് തരണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയുള്ള പല നേട്ടമാണ് ഈ വാഹനം ഓടിച്ചെല്ലുന്ന സ്ഥലത്തെല്ലാം സർവീസ് കിട്ടുമെന്നുള്ളൊരു വലിയൊരു കാര്യമാണ് നിപ്പോൺ ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും ഒരു രക്ഷയില്ലാത്തൊരു സംഭവം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനൊരു സർവീസ് ടീം. ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങൾ വിഷ്വൽസ് കണ്ടു കാണും എന്തൊക്കെ സർവീസാണ് ചെയ്യുന്നതെന്ന്. ഈ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് വണ്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് ചെയ്യാം. ഇപ്പം നോക്കി തൊട്ടടുത്ത് ഇന്നോവ ക്രിസ്റ്റ അടക്കം. അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.